സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയ നാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം സകല അഖിലാണ്ടത്തെയും ഉളവാക്കിയ സർവശക്തനായ ദൈവമാണ്. അവിടുന്ന് എത്രമാത്രം വലിയവനാണ് എന്നുള്ളത് നമ്മുടെ മാനുഷികമായ ചിന്തകൾക്ക് അതീതമായ ഒരു കാര്യമാണ്. നമുക്കൊരിക്കലും അത് ചിന്തിച്ചെടുക്കുവാൻ സാധ്യമല്ല. കാരണം അഖിലാണ്ടം നിറഞ്ഞു നിൽക്കുന്ന വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, സർവവും ചമച്ച ആ വലിയ തേജോപുഞ്ചം എത്രമാത്രം വലിയവനാണ് എന്നുള്ളത് നമ്മുടെ മാനുഷികമായ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിട്ടുള്ള അപ്രമേയത്വമുള്ളവനാണ് ദൈവം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം വലുതാണ്, സർവശക്തനാണ്. മനുഷ്യരൊക്കെ നിർമ്മിച്ചിട്ടുള്ളതായ ഒരുപാട് ശക്തികളുണ്ട്. ബഹിരാകാശ പേടകം തന്നെ എത്ര വലിയ ശക്തി കൊണ്ടാണ് ഈ ഭൂമിയുടെ ഉപരിതലം വിട്ട് ബഹിരാകാശത്തേക്ക് പായുന്നത്. കാരണം ഇത്രമാത്രം ഭീമാകാരമായ ഒരു റോക്കറ്റ്, ഭാരമേറിയ ഒരു റോക്കറ്റ് ഗുരുത്വാകർഷണത്തെയും ഭേദിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് പാഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ നിർമ്മിച്ച ശക്തി എത്രമാത്രം ഉന്നതമാണ് എന്ന് നാം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് തിരുവെഴുത്ത് പറയുന്നത് സകലത്തെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തി എന്നാണ്. അതുകൊണ്ട് ദൈവം അത്രമാത്രം ഉന്നതനാണ്, അതിഭയങ്കരനാണ്. ഈ അതിഭയങ്കരനായ ദൈവത്തെ പഴയ നിയമകാലത്ത് ആളുകൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കാരണം അത്യുന്നതനായ ദൈവം സർവശക്തനാണെന്നും സർവവും നിയന്ത്രിക്കുന്നവനാണെന്നും അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നും സകലത്തെയും തകർത്ത് കളയുവാനുള്ള ശക്തി അവനിലുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയ പഴയ നിയമ ഭക്തന്മാർ ദൈവത്തെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. പലപ്പോഴും ദൈവം അവരോട് ഇടപെട്ടത് അശരീരികളിലൂടെയാണ്. അവരോട് സംസാരിക്കുന്ന ശബ്ദം മാത്രം അവർ കേട്ടു. ദൈവത്തിന്റെ യഥാർത്ഥ രൂപം അവർക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല. മോശ ദൈവത്തിന്റെ രൂപം കാണുവാൻ ആഗ്രഹിച്ചു, ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ദൈവം മോശയോട് പറഞ്ഞത്, നിനക്ക് ജീവനോടെ ഇരുന്ന് എൻ്റെ മുഖം കാണുവാൻ സാധ്യമല്ല എന്നാണ്. കാരണം അത്രമാത്രം തേജസ്സുള്ള ദൈവത്തിന്റെ രൂപം നേരിട്ട് മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് കാണുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം മോശയെ ഒരു പാറയുടെ പിളർപ്പിലാക്കി തൻ്റെ കൈകൊണ്ട് അവൻ്റെ മുഖം മറച്ച് ദൈവ തേജസ്സിൻ്റെ ഒരു ഭാഗം മാത്രം കാണത്തക്ക നിലയിൽ മോശയെ അനുവദിച്ചു. അങ്ങനെ അതിഭയങ്കരനായ ദൈവത്തെ മനുഷ്യരൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരു സമയത്താണ് വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഉദയം ചെയ്തത്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് സകല മനുഷ്യവർഗത്തിനും ദൈവം ആരാണ് എന്ന് കാണിച്ചു കൊടുത്തു. അതിഭയങ്കരനായിരുന്ന ദൈവം, കോപിഷ്ഠനായ ദൈവം എന്നൊക്കെ പഴയ നിയമ ഭക്തന്മാർ കരുതിയിരുന്ന സ്ഥാനത്ത് ദൈവം സ്നേഹസ്വരൂപനാണെന്നും നമ്മെ അവിടുന്ന് ആഴത്തിൽ സ്നേഹിക്കുന്നുവെന്നും കർത്താവായ യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചു തന്നു. വലിയവനായ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ചതും പാപികളായ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ ആ കർത്താവായ യേശുക്രിസ്തുവിനെ യാഗമായി അർപ്പിച്ചതും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു. ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്, പക്ഷേ പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്. പാപിയെ തള്ളിക്കളയുന്നില്ല. ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് പാപിയായിട്ടാണ്. എന്നാൽ ആ പാപിയായ മനുഷ്യന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ മറുവിലയായി നൽകി ആ യേശുക്രിസ്തുവിന്റെ രക്തം ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ച് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നുള്ള വലിയ ശിക്ഷാവിധിയിൽ നിന്ന് സർവ്വ മനുഷ്യരെയും വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ നൽകിത്തന്ന സ്നേഹമാണ് വലിയവനായ ദൈവത്തിന്
ദൈവത്തിൻ്റെ സ്നേഹം. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം ലഭിക്കുന്നു. 1 യോഹന്നാൻ 3:1 നാം ഇങ്ങനെ വായിക്കുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ സ്നേഹസ്വരൂപനായ വലിയവനായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കുവാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുക? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ അടുത്ത് ചെന്ന് ആരാധിക്കുവാൻ സാധിക്കും. ഇതുവരെയും നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, ദൈവത്തെ അടുത്ത് ചെന്ന് ആരാധിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. തേനിലും മാധുര്യമേറിയ തിരുവചനം ഓരോ ദിനവും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയനാദം ദ ഹെവൻലി വോയിസ്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ